കൊച്ചിയിൽ നിന്ന് മുജ്തബയും ലിഡിയയും ചേരുന്നുണ്ട്. ലിഡിയ, മുജ്തബ, നമ്മുടെ ഈ പുതുവത്സര ആഘോഷത്തെ പറ്റി കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണുകൾ എപ്പോഴും അത് കൊച്ചിയിലേക്ക് തന്നെയാണ്. കാരണം കോടതി വരെ കയറി ഇറങ്ങി അവസാനം പാപ്പാഞ്ഞി കത്തിക്കുന്നതിനുള്ള അനുമതിയൊക്കെ ലഭിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് കൊച്ചിയിലെ ആവേശം? ആ ഒരു വൈബിലേക്ക് കൊച്ചി എത്തിയിട്ടുണ്ടോ? ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു. നെഗറ്റീവ് അടിച്ചവർക്ക് അടിപൊളി പരിപാടി. നെഗറ്റീവ് അടിച്ചവർക്ക് അടിപൊളി പരിപാടി. ഇപ്രാവശ്യം കുറച്ചുകൂടി വൈബ് കൂടിയോ? പിന്നെന്താ, തീർച്ചയായിട്ടും ഇത് ഇവിടെ കൊണ്ട് നിൽക്കും തോന്നില്ല. ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ പാപ്പാഞ്ഞി കത്തിക്കുന്നതോടുകൂടി വലിയ ആഘോഷത്തിലേക്ക് പോവുകയാണ്. ഈ വൈബ് എല്ലാവരോടും ചോദിക്കുമ്പോ വൈബാണ് തന്നെയാണ് പറയുന്നത്. കാരണം കൊച്ചിയെ സംബന്ധിച്ച് ഇത് വൈബാണ്, കൊച്ചിയിലുള്ളത് വൈബാണ്. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേനും എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം, ചെറിയ കുട്ടികളും അടക്കം ഇവിടെ വന്ന് ഡാൻസ് ചെയ്യാണ്, പാട്ടുപാടി ആഘോഷിക്കുകയാണ്. നമുക്ക് കുറച്ച് സ്ത്രീകളെ കൂടെ കിട്ടുമോ നോക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരും ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ്. അവരും ഇത്തരത്തിൽ ഒരു ഇതില്ലാതെ ആഘോഷിക്കുകയാണ്. അത്രയധികം വൈബിലാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും അത്രയും വൈബിലാണ്. കൊച്ചിയെ സംബന്ധിച്ച് എവിടുന്ന വരുന്നത് ചേട്ടാ? കണ്ണൂരോ? എപ്പത്തെ? 2 മണിയോടുകൂടി ഇങ്ങോട്ടുള്ള എൻട്രി ഒക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പൊ വളരെ നേരത്തെ ഇന്നലെ തന്നെ വന്നു. രാവിലെ എത്തി. പുതുവത്സര ആഘോഷം തന്നെ പരിപാടി. എപ്പോ മടങ്ങും? ആണോ? ട്രെയിൻ ബുക്ക് ചെയ്ത് നാളെ രാവിലെ പോകും. രാത്രി ആദ്യമായിട്ടാണോ ഈ പാപ്പാഞ്ഞി കത്തിക്കുന്നതൊക്കെ കാണുന്നത്? കണ്ണൂരൊക്കെ ഇങ്ങനെ ഉള്ള ആഘോഷ പരിപാടികൾ ആദ്യമായിട്ടാ വരുന്നല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പാപ്പാഞ്ഞി കത്തിക്കുന്നത് തന്നെയാണ് ഫുൾ ടൈം ഇവിടെ ഉണ്ടോന്ന്? കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നുള്ളതാണോ? അതെ, എല്ലാവരും അത് തന്നെയാണ്. 12 മണി കഴിഞ്ഞ് പാപ്പാഞ്ഞിയെ കത്തിച്ച് ആ ഒരു ആഘോഷം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ ആളുകൾ ഇവിടെ നിന്ന് മടങ്ങൂ എന്നുള്ളതാണ്. ആരും നമുക്ക് വന്ന സമയത്തെ ആളുകളൊന്നും ഇല്ലാണ്ട് ഒത്തിരി നിരാശ തോന്നിയെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പൊ ഫുൾ ഓണാണ്. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താ അറിയോ? ഇപ്പൊ നമ്മളൊരു 1 മണിക്കൂറായിട്ട് കാണുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഏറ്റവും ഒരു ജെൻസിയെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ്. അതിനനുസരിച്ചുള്ള ചുവടുവെപ്പ്, നൃത്തം, വളരെ സോഫ്റ്റ് ആയിട്ട്, ചിലപ്പം വളരെ ഫാസ്റ്റ് സ്പേസിലായിട്ടുള്ള അങ്ങനെയുള്ള ഒരു പാട്ടും പരിപാടിക്കാണ്. ഇതിനി ഒരു 3-4 മണിക്കൂറത്തേക്ക് ഇതിങ്ങനെ പോവാണ്. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മുസ്തഫ സൂചിപ്പിച്ചതുപോലെ ഈ ജെൻസി കുട്ടികളുടെ ഒരു സാന്നിധ്യമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, കൊച്ചിയിലേക്ക് വരുന്നത് ഈ ജെൻസി കുട്ടികളാണ്. അവരുടെ ഒരു ആഘോഷമാണ്, അവരുടെ ആ ഒരു മൂഡിലേക്കാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഒരു വൈബും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. ഈ ജെൻസി കുട്ടികളുടെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും അവിടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 10,000 ഇതിന്റെ ക്യാരിങ് കപ്പാസിറ്റി. പക്ഷെ 1,00,000 ആളുകൾ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 400-ലധികം CCTV ക്യാമറകൾ. അത് ലൈവായി ഇവിടെ നിന്നുള്ള കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് നിരീക്ഷിക്കും. 1000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ, തന്നെ 10-20ഓളം വരുന്ന DYSPമാര്, 10-25-ലധികം വരുന്ന SIമാര്, സബ് ഇൻസ്പെക്ടർമാര്, 1000-ഓളം പോലീസുകൾ, വനിതാ പോലീസ്, ഡാൻസ് സ്റ്റാഫ്. ആ തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറച്ചുകൂടി എൻലാർജ്ഡ് ആണ് ഇത്തവണ. ഈ സുരക്ഷാ ഈ ഗതാഗതവും അതോടൊപ്പം തന്നെ ഗതാഗതവും
തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും ആളുകൾ വരുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ ഗതാഗതവും ആ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. വാട്ടർ മെട്രോ സർവീസുകളും റോബോട്ടിന്റെ സർവീസുകളും 7 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് ഈ ആഘോഷം കഴിഞ്ഞ് പോകുന്നവർക്കായിട്ട് ഇതേപോലെ തന്നെ ബസ്സുകളും മെട്രോ സർവീസും ഒപ്പം റോബോട്ടുകളുടെ സർവീസുകൾ അതുപോലെ തന്നെ 2 മണി വരെ റെയിൽ മെട്രോ സർവീസുകളും അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ജനത്തിരക്ക് ഒരു 80,000 ആളുകളെ ഇവിടെ ഉൾക്കൊള്ളാമെങ്കിൽ പോലും 1,00,000-ലധികം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും കൃത്യമായ രീതിയിൽ ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇപ്രാവശ്യം പുതുവത്സരം പിറക്കുന്നത്. എല്ലാവിധ ആഘോഷത്തോടും ഒപ്പം സജ്ജീകരണങ്ങളോടും കൂടിയാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മള് കുറച്ചുകൂടെയൊക്കെ പ്രതികരണം തോന്നാം, പക്ഷെ ആളുകള് ഡാൻസ് ചെയ്യുന്നൊരു വൈബിലാണ്. 1-2 കാര്യം പറഞ്ഞ് അവരുടെ ഡാൻസിലേക്ക് മടങ്ങി പോവാണ്. ലേഡിയൊക്കെ ഡാൻസ് തോന്നുന്നില്ല. തീർച്ചയായും ഞാൻ ഒരു പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കാതിരിക്കുന്ന അപൂർവം അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ഡാൻസ് കളിക്കാതിരിക്കുന്നതാണ്. പക്ഷെ ഈ ഒരു മൂഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളും അറിയാതെ ഡാൻസ് കളിച്ചു പോവാണ്. നമ്മൾ ഇതിനൊപ്പം ഇങ്ങനെ ബിസിയാർന്ന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് ഈ കൂട്ടത്തിലേക്ക് ഇറങ്ങുമ്പോലെ തുള്ളി പോവാ. അതെ അതെ, ഈ പാട്ടിനൊപ്പം നമ്മളും മെല്ലെ ചുവട് വെച്ച് പോവുക. അപ്പൊ ഏതായാലും ചുവടുകളൊക്കെ വെക്കുന്നതിനിടയിൽ റിപ്പോർട്ടിങ്ങിന്റെ കാര്യമൊന്നും മറന്നു പോകാതിരിക്കട്ടെ. പ്രായമായ ആളുകൾ മുതൽ ചെറിയ ആളുകൾ വരെ, അത്ര കുഞ്ഞു കുട്ടികൾ വരെ, അവരെല്ലാവരെയും ഈ ഒരു മൂഡിലേക്ക് ഇറക്കുന്ന തരത്തിലുള്ള ഒരു വൈബ് തന്നെയാണ് ഇവിടെ. തീർച്ചയായും എന്തായാലും കഴിഞ്ഞ കുറേ നേരമായി ഈ ഒരു മൊമെന്റിലേക്ക് വേണ്ടിയാണ് കൊച്ചി അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങൾ കാത്തിരുന്നത്. അതായത് സാധാരണഗതിയിൽ 2 ഇടങ്ങളിലാണ് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു സമ്പ്രദായം. 2 കിലോമീറ്റർ അപ്പുറത്ത് പരേഡ് ഗ്രൗണ്ട് ഉണ്ട്. 3-3.5 ഏക്കർ സ്ഥലമാണത്. തൊട്ടിപ്പുറത്ത് വെളി ഗ്രൗണ്ട് ഉണ്ട്. ഇതൊരു 7-7.5 ഏക്കർ വരും പരമാവധി. ഈ അങ്ങേ തലക്കൽ ഇതിന് സമാനമായി, നമ്മളിപ്പോൾ നിൽക്കുന്നതിന് സമാനമായി അവിടെയും ഒരു DJ പരിപാടിയും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെ ഇവിടെ ഏതാനും വരും മണിക്കൂറുകളിൽ നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്താം. കൊച്ചിയും അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുതുവത്സരം ആഘോഷിക്കാൻ അങ്ങേയറ്റ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. വലിയ ആവേശത്തിലേക്ക് കൊച്ചിയും പോകുന്നു.